നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിയെയും മറ്റു 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്കയുടെ സാമ്പത്തിക വിലക്ക്. ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറാൻ US സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായതിനിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം. IRGCക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി അലി അൻസാരിക്കെതിരായ ആരോപണം. നേരത്തെ ബ്രിട്ടനും അൻസാരിക്കെതിരെ സമാനമായ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പൊതുപണം ദുരുപയോഗം ചെയ്ത് അൻസാരി വിദേശ രാജ്യങ്ങളിൽ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് വാണിജ്യ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് US-ന്റെ വാദം. US ഉപരോധം മറികടന്ന് ഇറാനിയൻ ബാങ്കുകൾക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണ്യ ഇടപാടുകൾ നടത്തുന്ന ഇറാന്റെ 3 മണി എക്സ്ചേഞ്ച് ഹൗസുകളെയും അമേരിക്ക ലക്ഷ്യമിട്ടു. ഹോങ്കോങ്, UAE എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഷെൽ കമ്പനികളെയും US ട്രഷറി വിഭാഗം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി. കാശ്മീരിലെ ശ്രീനഗറിൽ 3 പതിറ്റാണ്ട് മുമ്പ് നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് 6 വിഘടനവാദി നേതാക്കൾക്കെതിരെ NIA കുറ്റപത്രം. കൊല്ലപ്പെട്ട ഭീകരൻ ഹിലാൽ അഹമ്മദ് ബെയ്ദീന്റെ സംസ്കാര ചടങ്ങിനിടെ 1996 ജൂലൈ 17-ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ജനക്കൂട്ട ആക്രമണങ്ങളുടെ പേരിലാണ് നേതാക്കൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ആരംഭിച്ച SITക്ക് പരാതി പ്രവാഹം. ആദ്യ ദിവസം 10-ലേറെ പരാതികളാണ് ലഭിച്ചത്. KAS പരീക്ഷയിലും ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലും ഉൾപ്പെടെ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. PSCയിലെ രേഖകളും പരിശോധിക്കും. PSC ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പ്രാഥമിക റിപ്പോർട്ട് ജൂലൈ 25-ന് DGPക്ക് കൈമാറും. പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാകും കേസ് രജിസ്റ്റർ ചെയ്യുക. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മൗനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൊള്ളയുടെ ഉത്തരവാദിത്തം ക്ഷേത്ര ട്രസ്റ്റിനാണ്. ഈ ട്രസ്റ്റിനെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്നും KC പ്രതികരിച്ചു. സാധാരണക്കാരായ ജനങ്ങൾ നൽകിയ സ്വർണവും പണവുമാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഇതെല്ലാം നടന്നത് ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയാണ്. CCTV ദൃശ്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDF സർക്കാർ മാനേജ്മെന്റ് കോട്ടയിൽ സഖാക്കൾക്ക് സ്ഥാനങ്ങൾ കൊടുത്താൽ അത് ചോദ്യം ചെയ്യുമെന്ന് DCC അംഗം നിഖിൽ പൈലി. VD സതീശൻ സർക്കാരിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച KC സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറിന് പിന്തുണയുമായാണ് DCC അംഗം നിഖിൽ പൈലി രംഗത്തു വന്നത്. ഹൈക്കോടതി പ്ലീഡർ നിയമന വിവാദമാണ് നിലവിൽ കോൺഗ്രസിനുള്ളിൽ പുകയുന്നത്. തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നയാളെ പ്ലീഡറാക്കിയെന്നാണ് വിമർശനം. കണ്ണൂർ ചാലോട് കാർ മരത്തിലിടിച്ച് 2 മലയാളികളടക്കം 4 പേർ മരിച്ചു. UP സ്വദേശി പരം ഛേത്രി, ഹർഷ് റിസ്വാൻ, ഷാൻ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് അപകടമുണ്ടായത്. അഗ്നിരക്ഷാസേനയെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. സ്കൂളിലെ ക്ലാസ് സമയത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പങ്കെടുത്ത പരിപാടിയുടെ തത്സമയ സംപ്രേഷണം വിദ്യാർത്ഥികളെ കാണിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. കരൂർ പഞ്ചായത്ത് യൂണിയൻ മിഡിൽ സ്കൂളിലെ പ്രധാന അധ്യാപിക S മല്ലികയെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. സ്കൂളിലെ പ്രൊജക്ടറിൽ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് നടപടി. അന്വേഷണത്തിന് ഉത്തരവിട്ടതായും പ്രധാന അധ്യാപികയുടെ ഏകപക്ഷീയ തീരുമാനപ്രകാരമാണ് ഇത് നടന്നതെന്നും സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി രാജ്മോഹൻ പ്രതികരിച്ചു. അരൂരിൽ മാവേലി സ്റ്റോറിൽ ജീവനക്കാരിക്ക് പാമ്പ് കടിയേറ്റു. താൽക്കാലിക ജീവനക്കാരി VT നിഷയെയാണ് പാമ്പ് കടിച്ചത്. ഇവരുടെ കാലിലാണ് കടിയേറ്റത്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. നിഷയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇവർ നിരീക്ഷണത്തിലാണെന്നാണ് വിവരം. കുറ്റ്യാടി ഫോറസ്റ്റിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്റ്റോറിൽ പാമ്പിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. RRT സംഘം എത്തിയാണ് പരിശോധന നടത്തുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയെ ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ
പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിൽ വി.ഡി. സതീശൻ പങ്കെടുത്തു. ഇന്ന് രാവിലെ 6:00-ഓടെയായിരുന്നു സന്ദർശനം. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് വി.ഡി. സതീശൻ കൊല്ലൂരിലെത്തുന്നത്. ബെൽജിയത്തെ 1-2 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ സെമിയിലേക്ക്. ലോകകപ്പിന്റെ ആദ്യ സെമി ഫൈനലിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടും. ഫാബിയൻ റൂയിസ്, മിഗേൽ മെറീനോ എന്നിവരാണ് സ്പെയിനിനായി ഗോളുകൾ നേടിയത്. ചാൾസ് ഡി കെറ്റലൈറയുടെ വകയായിരുന്നു ബെൽജിയത്തിന്റെ ഏക ഗോള്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിരുന്നു. 30-ാം മിനിറ്റിൽ മിഡ്ഫീൽഡർ ഫാബിയൻ റൂയിസിലൂടെയാണ് സ്പെയിനിന് ലീഡ് നേടിയത്. ചാൾസ് ഡി കെറ്റലൈറെ ബെൽജിയത്തിനായി സമനില ഗോൾ നേടി. അവസാന നിമിഷങ്ങളിൽ സ്പെയിനിന്റെ പാവ് കുബോർഡി തൊടുത്ത ലോങ് റേഞ്ച് ഷോട്ട് ബെൽജിയത്തിന്റെ ഗോൾ കീപ്പർ സെന്നെ ലാമൻഡസ് തടുത്തെങ്കിലും വഴുതിമാറിയ പന്ത് കൃത്യസമയത്ത് ഓടിയെത്തിയ മെറീനോ അനായാസം വലയിലാക്കി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.